വാങ്കഡയിൽ അവർ തോൽക്കുക എന്ന് പറയുന്നത് അവർക്കുണ്ടാക്കുന്ന ഒരു ആഘാതം ഉണ്ടാവും. പ്രത്യേകിച്ച് അവരുടെ ഗ്രൗണ്ടാണ്. അതും ചെറുവരികളായ ചെന്നൈക്കെതിരെയാണ് തോൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഇന്നലത്തെ ആ ഒരു ഫാൻസിൻ്റെ ഒരു ആരവം ഇതൊക്കെ കാണണമായിരുന്നു. നമ്മൾ ഈ മത്സരം കാണുമ്പോഴൊക്കെ വാങ്കഡയിൽ കളി കാണുമ്പോഴും അതിനൊരു പ്രത്യേക ഒരു ഭംഗിയും ഒരു കാഴ്ചയുണ്ടല്ലോ. അത് പ്രത്യേകിച്ച് ചെന്നൈക്കെതിരാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം കൂടിയുണ്ട്. പക്ഷേ ഇന്നലെ ആ മത്സരം ഒരു ഏകപക്ഷീയമായ രൂപത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലാണ് ശരിക്ക് ആ കളി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ പോകുന്നത്. അത് ചെന്നൈ ഒരു ഘട്ടത്തിൽ പോലും ചെന്നൈയെ മറികടക്കാൻ ഏതൊരു ബാറ്റിങ്ങിൽ സഞ്ജുവിനെ പുറത്താക്കാനുള്ള ഒരു ശ്രമവും അവരുടെ വിജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ മുംബൈ എടുക്കുന്ന ഡിസിഷൻ പലപ്പോഴും തെറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ ക്രിഷ് ഭഗതിനൊക്കെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെയൊക്കെ സഞ്ജു അടിച്ചെടുത്ത് റൺസ് എടുക്കുന്ന ഒരു സമയത്ത് പോലും എങ്ങനെ അവിടെ സഞ്ജുവിനെ ഒന്ന് പൂട്ടിയിടണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മുംബൈക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഈ ചെന്നൈ ഇനി എങ്ങനെ ഈ ഒരു കളി കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ ചെന്നൈക്ക് കഴിയുമോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്നലെ സഞ്ജുവിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. ബാക്കി ഒരാളും നല്ലൊരു കൂട്ടുകെട്ട് കൊടുക്കാനോ മറ്റൊന്നും ഒരു ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നലെ ഒരു മുംബൈക്കെതിരെ വാങ്കഡയിൽ ജയിക്കുക എന്നുള്ള ഒരു ആശാവഹമായ കാര്യമാണെങ്കിൽ പോലും, പക്ഷേ അത് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ വെറും ഒരു സഞ്ജു മാത്രം കളിച്ചത് കൊണ്ട് മാത്രം ടീമിനെ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം കൂടിയും ഇവിടെ ബാക്കിയുണ്ട്. അപ്പോഴും ചില ചെന്നൈ ഫാൻസ് പറയുന്നത് ഒരു സഞ്ജു മാത്രം കളിച്ചുകൊണ്ട് ലോകകപ്പും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ആശങ്കയുണ്ടല്ലോ. കാരണം സഞ്ജു ഇപ്പോൾ നമ്മൾ കണ്ടാണല്ലോ കഴിഞ്ഞ മത്സരങ്ങൾ ഒന്ന് ഫോമായാലും തൊട്ടടുത്ത മത്സരം ചിലപ്പോൾ ഫോം ഔട്ടാവും. അത് ഈ ചെന്നൈ തോൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ സഞ്ജു കളിച്ചാൽ ചെന്നൈ ജയിക്കും എന്നുള്ളൊരു നരേഷം കൂടി വന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഈ സഞ്ജുവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ മുന്നോട്ട് പോകുന്നതും ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർഫറാസ് ഖാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഒന്ന് ഫോമിലേക്ക് കൂടി വരികയാണെങ്കിൽ ഇന്നലെ ആ സ്കോറ് നമ്മളൊക്കെ ഇന്നലെ കളി കാണുമ്പോഴേ തന്നെ കരുതിയത് 200 പോരാ മുംബൈയിൽ വാങ്കഡയിൽ എന്നുള്ളതാണ്. വാങ്കഡയിൽ 200 ഉണ്ടായാൽ പോലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ടീമിന് മുംബൈക്കെതിരെ പ്രത്യേകിച്ച് അവിടെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വിജയിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷേ നിർണായകമായ സമയത്ത് ചെന്നൈയുടെ ബൗളിംഗ്, അത് അഖിൽ ഹുസൈനും ടീമും അത് ആ ഒരു രീതിയിൽ അവരുടെ മികച്ച പെർഫോമൻസ് കണ്ട ഒരു പോരാട്ടം അത് വളരെ നിർണായകമായിരുന്നു. ചെന്നൈയുടെ ഇന്നലത്തെ ഒരു വിജയം എന്ന് പറയുന്നത് 103 റൺസിൻ്റെ വിജയം. ആ 103 റൺസിൻ്റെ വിജയത്തിനും വലിയ റെക്കോർഡ് നേട്ടമുണ്ട്. 103 റൺസിനൊക്കെ തോൽക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു വലിയ വിഷമുണ്ട്. അത് ഇന്നലെ ചെന്നൈ അത് ഗ്രൗണ്ടിൽ കാണിച്ചു കൊടുത്തു എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുപോലൊപ്പം തന്നെ സഞ്ജു സാംസൺ ഇന്നലെ സെഞ്ചുറി അടിച്ചത് ഒരു ചെന്നൈ താരം മുംബൈക്കെതിരെ അടിക്കുന്ന ഒരു സെഞ്ചുറി, ആദ്യ സെഞ്ചുറിയാണെന്നാണ് ആ ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ സഞ്ജു ആ ഒരു സെഞ്ചുറി നേടുമ്പോൾ അങ്ങനെ ഒരു റെക്കോർഡ് കൂടി ചെന്നൈയുടെ പുസ്തകത്തിലേക്ക് അത് സഞ്ജുവിൻ്റെ പേരിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്.